Hello students. Next, different taxable entities. Taxable entities are divided into the following categories for the purpose of determining residential status. Residential status calculate ചെയ്യാൻ വേണ്ടിയിട്ട് taxable entities നമ്മൾ താഴെ പറയുന്ന category ആയിട്ട് divide ചെയ്തിട്ടുണ്ട്. That is different taxable entities. ഏതൊക്കെയാണ് taxable ആയിട്ടുള്ള entities? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാൻ ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സബിൾ എൻറ്റിറ്റീസ് എന്നുള്ളതാണ് നോക്കുന്നത്. ദറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ, ആൻഡ് ദ സെക്കൻഡ് വൺ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ആൻഡ് ദ തേർഡ് വൺ ഫേം ഓർ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ദെൻ നെക്സ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് എവരി അതർ പേഴ്സൺ. അതായത് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലിന് ഒരു കണ്ടീഷനാണ്, ദെൻ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് വേറൊരു കണ്ടീഷനാണ്, ഫേമിന് വേറെ കണ്ടീഷനാണ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് വേറെ കണ്ടീഷനാണ്, എവരി അതർ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഓക്കെ, ഇങ്ങനെയുള്ളതിനൊക്കെ വേറെ കണ്ടീഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ടത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇൻഡിവിജ്വലിനുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നോക്കും. ഇൻഡിവിജ്വലിൻ്റെ അതേ കണ്ടീഷൻ തന്നെയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ കണ്ടീഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കണ്ടീഷൻ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പഠിക്കും. ദെൻ ഫേം AOPക്കും സെയിം കണ്ടീഷനാണ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്കും ഒരു കണ്ടീഷൻ, ദെൻ അതർ പേഴ്സൺസിന് വേറെ കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ ടാക്സബിൾ എൻറ്റിറ്റീസിനെ ഡിവൈഡ് ചെയ്യുന്നത് താഴെ പറയുന്ന കാറ്റഗറി ആയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഡിഫറെൻറ്റ് ടാക്സബിൾ എൻറ്റിറ്റി, നമുക്കറിയാം ഡിഫറെൻറ്റ് പേഴ്സൺസ് എന്ന് പറഞ്ഞ് പഠിച്ചതാണ്. ഈ നമ്മൾ ഒരു വ്യക്തിയെ മാത്രമല്ല ടാക്സബിൾ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു വ്യക്തി മാത്രമല്ല പേഴ്സൺ എന്നുള്ള രൂപത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇൻഡിവിജ്വൽ ആവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, അതൊക്കെ പേഴ്സൺസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടാക്സബിൾ എൻറ്റിറ്റീസിന് ഏത് രീതിയിലാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 5 ആയിട്ടാണ്. ദറ്റ് ഇസ് ഇൻഡിവിജ്വൽ ആവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, ഫേം ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവാം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആവാം, എവരി അതർ പേഴ്സൺ ആവാം. ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ വ്യക്തി. സെക്ഷൻ 6 ക്ലോസ് 1 അനുസരിച്ച് സാധാരണ വ്യക്തികൾക്കുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കിട്ടാൻ സാധാരണ വ്യക്തികൾക്കുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആസ് പെർ സെക്ഷൻ 6 അമെൻഡഡ് നൗ എ പേഴ്സൺ മേ ബി, ആസ് പെർ സെക്ഷൻ 6 അനുസരിച്ച് 6 ക്ലോസ് 1 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം 6 ക്ലോസ് 1 ആണ്. 6 അമെൻഡ് ചെയ്തു ഈ വർഷം. ഇത് കഴിഞ്ഞ വർഷം വരെ നമുക്ക് ആകെ 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ഈ വർഷം 4 എണ്ണം ആക്കി. ഓക്കെ, അപ്പോൾ സെക്ഷൻ 6 അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പേഴ്സണ് 4 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആവാം. ദറ്റ് ഇസ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, ഡീംഡ് റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഇപ്പോൾ 4 കാറ്റഗറി ഉണ്ട് ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒരു ഇൻഡിവിജ്വലിന്. 4 കാറ്റഗറി ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവാം. അതായത് അയാളുടെ കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഈ കണ്ടീഷൻസ് നോക്കിയിട്ട് ആ വ്യക്തി ഒന്നുകിൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആവാം, അതായത് സ്ഥിരമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ആൾ. റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്, റെസിഡൻ്റ് ആണ് പക്ഷേ ഓർഡിനറിലി അല്ല, നോട്ട് ഓർഡിനറിലിയാണ്. അതായത് എപ്പോഴും ഒന്നും ഇന്ത്യയിൽ ഉണ്ടാവണം എന്നില്ല. റെസിഡൻ്റ് ആണ് ഇന്ത്യയിൽ, പക്ഷേ എന്താണ്, നോട്ട് ഓർഡിനറിലി റെസിഡൻ്റാണ്. ഡീംഡ് റെസിഡൻ്റാണ്, റെസിഡൻ്റായിട്ട് പരിഗണിക്കപ്പെടുന്നത്, ഡീംഡ് ചെയ്യപ്പെടുന്നത്. ദെൻ നോൺ റെസിഡൻറ്റ്, ഇന്ത്യയിലെ റെസിഡൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് നോൺ റെസിഡൻറ്റ്. NRIs ഒക്കെ നമ്മൾ നോൺ റെസിഡൻറ്റ് എന്നുള്ള പേരിലാണ് അറിയാം. അപ്പോൾ അതുകൊണ്ട് 4 കാറ്റഗറി ആയിട്ടാണ് ഇൻഡിവിജ്വലിനെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മീൻസ് ഡിവൈഡ് ചെയ്ത് നമ്മൾ കണ്ടീഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 4 ടൈപ്പായിട്ടാണ് കിട്ടുക. ഒന്നുകിൽ ആ വ്യക്തി എന്തായിരിക്കും, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആവും. രണ്ടാമത് അല്ലെങ്കിൽ എന്താവും, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവും. ദെൻ തേർഡ് ഡീംഡ് റെസിഡൻ്റ് ആവും. ഫോർത്ത് നോൺ റെസിഡൻ്റ് ആവും. ഓക്കെ, ഫസ്റ്റ് റെസിഡൻറ്റ്, ഓർഡിനറിലി റെസിഡൻറ്റ്. റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ, ഓർഡിനറിലി റെസിഡൻറ്റ്. ആൻഡ് ഇൻഡിവിജ്വൽ ഇസ് സെഡ് ടു ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് ഹി സാറ്റിസ്ഫൈഡ് എനി വൺ ഓഫ് ദ ഫോളോയിങ് 2 ബേസിക് കണ്ടീഷൻ. ഈ താഴെ പറയുന്ന 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം അയാൾ സാറ്റിസ്ഫൈ ചെയ്താൽ അയാളെ നമുക്ക് എന്ത് എന്ന് പറയാം, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓർഡിനറിലി റെസിഡൻ്റ് ആവണമെങ്കിൽ വേറെ 2 അഡീഷണൽ കണ്ടീഷനും കൂടി ഉണ്ട്. ഓക്കെ, എനിവേ എന്തായാലും ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നമുക്ക് എന്ത് എന്ന് പറയാം, റെസിഡൻറ്റ്, ദറ്റ് ഇസ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാം. ദറ്റ് ഇസ്
ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ ടോട്ടൽ പീരീഡ് 182 ഡേയ്സ് ഓർ മോർ. ഇന്ത്യയിൽ അയാൾ എത്ര ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കണം? 182 ദിവസത്തിൽ കൂടുതൽ. 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെയുള്ള 12 മാസത്തിൽ 182 ദിവസം അയാൾ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നമുക്ക് എന്തെന്ന് പറയാം? അപ്പോൾ ഇതൊരു കണ്ടീഷനാണ് കേട്ടോ. അങ്ങനെ ഇയാൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? നോർമലി റെസിഡൻ്റായിട്ട് മാറും. അല്ലെങ്കിൽ he has been in India during 4 previous year immediately preceding the previous year for total period 365 days or more, has been in India for at least 60 days in the previous year. അതായത് നമ്മൾ നോക്കുന്ന പ്രീവിയസ് ഇയറിൽ, നമ്മളുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. 1 ഏപ്രിൽ 2020 ടു 31 മാർച്ച് 2021, അതാണ് നമ്മളുടെ പ്രീവിയസ് ഇയർ. നമ്മളുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് ഏതാ? 1 ഏപ്രിൽ 2021 ടു 31 മാർച്ച് 2022. ഈ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയർ ഉൾപ്പെടെയുള്ള തൊട്ട് ബാക്കത്തെ 4 വർഷത്തിൽ 365 ദിവസവും അയാൾ ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളെ എന്തെന്ന് പറയാം? നമുക്ക് റെസിഡൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് 2 ബേസിക് കണ്ടീഷൻ. ഈ 2 ബേസിക് കണ്ടീഷൻ, ഒന്ന് പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, പ്രീവിയസ് ഇയറിൽ 60 ദിവസവും തൊട്ട് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ 2 കണ്ടീഷനിൽ, ഈ 2 എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് അയാൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നമുക്ക് എന്തെന്ന് പറയാം? റെസിഡൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻ പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ 2 എണ്ണം, 182 ദിവസം പ്രീവിയസ് ഇയറിൽ ഉണ്ടാവുക. ദെൻ തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസവും പ്രീവിയസ് ഇയറിൽ 60 ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം? റെസിഡൻറ്റ്, ദറ്റ് ഈസ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാം. ആൻ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ കണ്ടീഷൻസ് മെൻഷൻഡ് അബവ്, ഹീ ഈസ് എ റെസിഡൻറ്റ്. ഈ പറഞ്ഞ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്താണ്? റെസിഡൻ്റാണ്. ബോത്ത് ദ അബവ് കണ്ടീഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ഈ പറഞ്ഞ 2 കണ്ടീഷനിൽ ഒരെണ്ണം പോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആൻ ഇൻഡിവിജ്വൽ ഈസ് എ നോൺ റെസിഡൻറ്റ്, ഓൾസോ റെഫേർഡ് ടു ആസ് NRI. എന്താ പറയുക? ഈ 2 കണ്ടീഷനിൽ ഒരെണ്ണം പോലും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അയാളെ നമുക്ക് നോൺ റെസിഡൻറ്റ് അല്ലെങ്കിൽ NRI എന്ന് പറയാം. The following categories of individual will be treated as a resident only if the period of their stay during the relevant previous year amount 182 days. In other words, even if such a person were in India 365 days during 4 previous year and 60 days of relevant previous year, they will not be treated as resident. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള 182 ദിവസം, 4 വർഷത്തിൽ 365 ദിവസം, പ്രീവിയസ് ഇയറിൽ 60 ദിവസം എന്നുള്ള കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ല താഴെ പറയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. ദറ്റ് ഈസ് ഇന്ത്യൻ സിറ്റിസൺ ആവുക, ഹു ലീവ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ആസ് എ മെമ്പർ ഓഫ് ക്രൂ ഓഫ് എ ഷിപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഈ ഒരു വ്യക്തി, ആ വ്യക്തി എന്താവുക? പിന്നെ ഇന്ത്യൻ ഷിപ്പിൽ ക്രൂ ആവുക, എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് പോവുക. എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ക്രൂ ആയതുകൊണ്ട്, ഈ ഷിപ്പിലെ ക്രൂ ആയതുകൊണ്ട് എന്താണ്? അയാൾ ഇന്ത്യയിൽ നിന്ന് പോവുക, എന്നിട്ട് ഇടയ്ക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആവുക, എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് പോവുക. ഒരു മെമ്പർ മീൻസ് ക്രൂ, ഷിപ്പിലെ ക്രൂ ആയതുകൊണ്ട് പോവുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ അല്ല. അതേപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആവുക അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആവുക, ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ആൻ എംപ്ലോയ്മെൻറ്റ്, എന്തിനു വേണ്ടിയിട്ട്? എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടോ. അപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലും ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ പ്രൊഫഷനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കേഷനോ ആവുക. ഹു കംസ് ടു വിസിറ്റ് ഇൻ ഇന്ത്യ എനി ഓഫ് ദ പ്രീവിയസ് ഇയർ, എന്നിട്ട് ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിലും ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ഇയറിൽ 60 ദിവസം എന്നുള്ള കണ്ടീഷൻ മാറ്റി പ്രീവിയസ് ഇയറിൽ 182 ദിവസം വേണം എന്നുള്ള കണ്ടീഷൻ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഈ 2 വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കണ്ടീഷനായിട്ടുള്ള 4 വർഷത്തിൽ 365 ദിവസവും പ്രീവിയസ് ഇയറിൽ 60 ദിവസവും എന്നുള്ള കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര ദിവസം തന്നെ നിർബന്ധമാണ്? 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരെന്തെന്ന് പറയുള്ളൂ? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയുള്ളൂ.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, രണ്ട് ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ലാത്ത രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ രണ്ട് സിറ്റുവേഷനിൽ വരുന്ന വ്യക്തികൾ. ദറ്റ് ഇസ് ഒന്ന് ക്രൂ, ഷിപ്പ്, അങ്ങനെ സിമ്പിളി ഓർത്ത് വെച്ചാൽ മതി. ക്രൂ, ഷിപ്പിലെ ക്രൂ ആവുക, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസിനോ വൊക്കേഷനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് ഇന്ത്യ വിട്ടു പോകുന്ന വ്യക്തികൾ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കണ്ടീഷനായിട്ടുള്ള 60 ദിവസം പ്രീവിയസ് ഇയറിൽ എന്നുള്ളത് അപ്ലിക്കബിൾ അല്ല. പകരം അവർക്കും എന്ത് അപ്ലിക്കബിളാണ്? 182 ദിവസം ഇന്ത്യയിൽ നിൽക്കുക എന്നുള്ളത് അപ്ലിക്കബിളാണ്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇന്ന് ഈ ഒരു കാര്യമെങ്കിലും പഠിച്ചു വയ്ക്കുക. രണ്ട് ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ലാത്ത വ്യക്തികൾ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻഡിവിജ്വലിൻ്റെയാണ് നമ്മൾ നോക്കിയത്. ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 4 എണ്ണമാവാം. ഒന്നുകിൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ഡീംഡ് റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്ര നോക്കി വയ്ക്കുക കേട്ടോ. ഈ രണ്ട് ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക, ഇൻഡിവിജ്വലിൻ്റെ 4 ക്ലാസിഫിക്കേഷൻ ഓർത്ത് വയ്ക്കുക.